ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു. ഇപ്പം 11 o'clock ആയിട്ടുണ്ട്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പം നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഡേ അല്ലേ, അപ്പം നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു വിശേഷമാണ്. എന്തെന്നറിയോ? നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഓക്കെ, എല്ലാവർക്കും എൻ്റെ എല്ലാ ടീച്ചേഴ്സും എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ടീച്ചേഴ്സ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞ ടീച്ചേഴ്സ് ഡേ ഒന്നും അങ്ങനെ സെലിബ്രേഷൻ ഇല്ലായിരുന്നു. ഓക്കെ, ഇപ്പോഴൊക്കെ അല്ലേ എല്ലാ സെലിബ്രേഷനും വന്നത്. ഡോക്ടേഴ്സ് ഡേ, ടീച്ചേഴ്സ് ഡേ, മദേഴ്സ് ഡേ, സിസ്റ്റേഴ്സ് ഡേ, അങ്ങനെ കുറേ ഡേയ്സ് ഉണ്ടല്ലോ. അപ്പം ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് അല്ലേ. അപ്പം ടീച്ചേഴ്സിനൊക്കെ നമ്മൾ ചെറിയ ഞാനിവിടെ കണ്ടിട്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് ടീച്ചേഴ്സിന് ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ടൈമിലൊക്കെ നമ്മളെല്ലാവരും ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ ആലോചിക്കുകയുള്ളൂ. ഇന്ന് ടീച്ചേഴ്സ് ഡേ നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ടീച്ചേഴ്സിനെ തല്ലി അല്ലെങ്കിൽ അടിച്ചു ഒക്കെ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ലേ. പക്ഷേ നമ്മളങ്ങനെ അടിച്ചതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ആ ലെവലിൽ നമ്മളെ എഡ്യൂക്കേഷൻ തന്നുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ലെവലിൽ വന്നിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മളെ ഇരുട്ടിൽ നിന്ന് നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത് ആരാ? ടീച്ചേഴ്സ് അല്ലേ. നമ്മളല്ല, ചിലർ പറയും നമ്മൾ വീട്ടിലുള്ള മാതാപിതാക്കളാണ് അവരെ വഴി നടത്തേണ്ടതെന്ന്. മാതാപിതാക്കളും നടത്തണം, പക്ഷെ നമുക്ക് ആദ്യം എഡ്യൂക്കേഷൻ കിട്ടുന്ന എവിടെ നിന്നാണ്? നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന്. LKG UKG എല്ലാം അല്ലേ. നമ്മൾ ഈ മുതൽ നമ്മൾ പഠിച്ച് ഈ ലെവലിൽ നിൽക്കുന്നത് എവിടെ നിന്ന്? ടീച്ചേഴ്സുണ്ടല്ലോ. അപ്പം നമ്മളെ ഗുരുക്കന്മാരെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം നമ്മളെല്ലാവരും ഓർക്കണം അല്ലേ. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. എന്തെന്ന് വെച്ചാൽ, നമ്മൾക്കിപ്പം എന്ന് പറഞ്ഞാൽ പോലീസ്. ഓക്കെ, പോലീസ് എന്തിനാണ് ഉള്ളത്? കള്ളന്മാരെ പിടിക്കാൻ അല്ലേ. പിന്നെ ലോയേഴ്സ് എന്തിനാ? ജസ്റ്റിസ് തരാൻ, നമുക്ക് എന്താ പറയുക, നമുക്ക് ന്യായം തരാൻ അല്ലേ. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്ടേഴ്സ് എന്തിനാണ്? നമ്മുടെ ഹെൽത്തിനെ കുറിച്ച്, നമുക്ക് നമ്മുടെ ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും നമുക്കൊരു അസുഖം വരികയും ഡോക്ടേഴ്സ് നമ്മളെ നോക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനീയേഴ്സ് അറിയാം, ടെക്നോളജിസ്റ്റ്. അവരെന്തിനാണ് ഉള്ളത്? അവരൊക്കെ ടെക്നോളജീസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പുതിയ നമ്മൾക്ക് വലിയ ബ്രിഡ്ജുകൾ, പിന്നെ ഇത് മീൻസ് റോബോനെ നിർമ്മിക്കാനും ഒക്കെ ടെക്നോളജിസ്റ്റൊക്കെ എൻജിനീയേഴ്സിലെ അവരെയൊക്കെ ഈ ലെവലിൽ തന്നതാരാ? ടീച്ചേഴ്സ് അല്ലേ. ടീച്ചർ നമ്മളെ അവർക്ക് പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇത് പഠിച്ചില്ലായിരുന്നു, നമ്മളൊക്കെ ഈ ലെവലിൽ വരുമായിരുന്നു. അപ്പം നമ്മുടെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് അവർ തന്നെയാണ്. നമ്മുടെ ടീച്ചേഴ്സാണ് നമ്മുടെ ഗുരുക്കന്മാർ അല്ലേ. 1948 ഡോക്ടർ രാധാകൃഷ്ണൻ സ്ഥാപിച്ച ഓർഗനൈസേഷനാണ് യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷൻ സയൻറ്റിഫിക് ആൻഡ് കൾച്ചർ ഓർഗനൈസേഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഭാരതരത്നം രാധാകൃഷ്ണൻ സാറിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ബർത്ത്ഡേ ആണ് ഇന്ന്. 77th ബർത്ത്ഡേ ആണ് നമ്മളിങ്ങനെ ടീച്ചേഴ്സ് ഡേ ആയിട്ട് എല്ലാ വർഷവും നമ്മൾ ആചരിക്കുന്നത്. സാറ് ജനിച്ചത് മദ്രാസിലാണ് കേട്ടോ, തമിഴ്നാട്ടിൽ. ഓക്കെ, അപ്പോൾ സാറ് പഠിച്ചത് ഒരു ക്രിസ്ത്യൻ കോളേജിലാണ് സാറ് പഠിച്ചത്. അപ്പോൾ രാധാകൃഷ്ണൻ സാറ് 1948 ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റായിട്ടും 1962 നമ്മുടെ പ്രസിഡൻ്റായിട്ടും ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാർ ജനിച്ചത് 1988 തമിഴ്നാട്ടിലാണ് കേട്ടോ. പിന്നെ മരണം 1974 ഏപ്രിൽ മാസമാണ് തോന്നുന്നു മരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭാരതരത്ന ഡോക്ടർ രാമകൃഷ്ണൻ സാറുടെ കുറച്ച് അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സ് ഡേയെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് അറിയാമല്ലോ. എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ കേട്ടോ, കുറച്ചായിട്ട് എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ എന്താ പറയണ്ടേ, അപ്പോൾ നമ്മൾ ടീച്ചേഴ്സിന് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം, അവർ പറയുന്നത് നമ്മൾ കേൾക്കണം. ഇത് കണ്ടോ, എൻ്റെ കയ്യിലേക്ക് ഇഷ്ടംപോലെ അടിയിട്ടുണ്ട്. ഞാൻ പഠിക്കാൻ മടിച്ചായിരുന്നു, എന്നെയൊക്കെ വലിയ ചൂറിൽ വെച്ച്. ഇപ്പോഴൊന്നും അങ്ങനെ അടിക്കല്ലോ. അപ്പം ഞാനൊക്കെ പഠിക്കുമ്പോൾ നല്ലപോലെ അടിക്കും. നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ വലിക്കില്ല, അപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അടിക്കുക. അതൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. നല്ലപോലെ പാടൊക്കെ ഇട്ടുണ്ട്. ഞാൻ മടിച്ചിക്കോതയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ ടീച്ചേഴ്സിനും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഓക്കെ, അപ്പോൾ നമ്മുടെ സാറിൻ്റെ ഓർമ്മയ്ക്കായിട്ടും. ഓക്കെ, ബൈ.